ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്കത് കൂട്ടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ. ഞാൻ പറയാലോ എന്താ നിങ്ങൾ ബേജാറാകുന്നു? എന്നെ നോവിച്ചാണ്ടല്ലോ പറയാലോ എന്താ നിങ്ങൾ ബേജാറാകുന്നു? എന്റെ പഴയ നെക്സ്റ്റ് സ്വഭാവം എടുപ്പിക്കരുത്. ഞാൻ വെറും എടങ്ങേറ് പേഴ്സണാ. ഏത് ചാനലാ? റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ട്. നീ ഇങ്ങനെ ചിരിക്കരുത്, നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. റിപ്പോർട്ടർ അല്ല, ഇപ്പൊ എല്ലാ ചാനലും ചിരിക്കുമല്ലോ, എന്തായാലും ചിരിക്കുമല്ലോ, എല്ലാരും പറഞ്ഞിരിക്കല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത്, പുല്ല് വില. കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടല്ലേ കാണുന്നത്? അല്ല, അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്കത് കൂട്ടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ. ഞാൻ പറയാലോ എന്താ നിങ്ങൾ ബേജാറാകുന്നു? അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഇതിനും കൂടി മറുപടി. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. റിപ്പോർട്ടർ. അല്ല, ഇപ്പൊ എല്ലാ ചാനലും ചിരിക്കുമല്ലോ, എന്തായാലും ചിരിക്കുമല്ലോ, എല്ലാരും പറഞ്ഞിരിക്കല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി.